ഗൈസ്, അപ്പം നമ്മള് കോവെ കുറ്റാളം വന്നിരിക്കുകയാണ്. നമ്മളിന്നൊരു സോറി ഗൈസ്, അത് ഇച്ചിരി തമിഴ് കയറിയതാണ് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ തമിഴൊക്കെ പഠിച്ചു വരണ പിള്ളേരാണ്. അതേ ഒരു അമ്മച്ചി തുണി കഴിയാൻ വരുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യാൻ വന്നാൽ നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. മാക്ക് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ സംസാരിക്കാറില്ല. അത് ഞാൻ ഗൈസ്, ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വാനിൽ കയറാൻ പോവാണ്. ഇവിടെ നമ്മൾ ബാഗൊക്കെ നോക്കി കഴിഞ്ഞിട്ട് കൈ കൊണ്ടായിരുന്ന മറ്റേ ചിപ്സ് ഇല്ലേ, അതൊക്കെ ഒരു പേപ്പറിൽ തട്ടിയിട്ടിട്ട് നമ്മൾ നമ്മൾ അവളുടെ കയ്യിൽ. നമ്മളിങ്ങനെ വാനിൽ കയറിയിരുന്നു കേട്ടോ. മിനി വാനിൽ നിന്ന് എങ്ങോട്ട് അങ്ങോട്ട് ഇവർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് തിന്നുന്നുണ്ട് ഗൈസ്. ஹலோ கைஸ், நாங்கள் எல்லாம் குற்றாலம் போயிட்டுருக்கோம். നമ്മൾ കുളിക്കാൻ പോവാണ് ഗൈസ്, വെള്ളച്ചാട്ടത്തിൽ. വെള്ളമില്ല, കുളിക്കാനും വയ്യാത്തോണ്ട് അതെ കുളിക്കുന്ന. അതെ, യെസ്, വി ആർ ഗോയിങ്. അതെ, ഫോട്ടോ എടുത്ത് തരാം ഗൈസ്. ഇതിൻ്റെ മണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. മലകളും ആ വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. അടിപൊളിയല്ലേ? മലകൾ, വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതിനകത്ത് ഇത്രയും സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത്രേ പറ്റുന്നുള്ളൂ. നൈസല്ലേ? അതിൻ്റെ മണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, നൈസ് വ്യൂ ആണ്. ഇതാണ് എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കേ, ഞാൻ അല്ലാണ്ടൊരു ഫോട്ടോ വച്ചേക്കാം. ഇതാണ് ആ ഫോട്ടോ. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. പിന്നെ അവിടെ ഒരു പാറപ്പുറം കണ്ടേ, അതിൻ്റെ മണ്ടയിലെല്ലാം വലിഞ്ഞൊടിച്ച് കയറി ഫോട്ടോഷൂട്ട് നടത്താൻ തുടങ്ങി. പലരും പല പോസിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മണ്ടയിൽ. അവിടെ നിന്നിട്ട് വരുന്നവരും പോണവരെല്ലാം നമ്മളെ നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ മണ്ടയിലൊക്കെ ആരെങ്കിലും കയറി ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ വെള്ളച്ചാട്ടം. പിന്നെ നമ്മൾ 4 പേരും കൂടെ ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച് അടിപൊളിയായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന് കുറേയൊക്കെ കളിച്ചില്ല. ഇപ്പോൾ പനി വരുമെന്നും നല്ല പേടിയുണ്ടായിരുന്നു. കുറേ നേരം കൊണ്ട് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ടേ. പിന്നെ നമ്മൾ തോർത്തും എടുത്തിട്ടില്ലായിരുന്നു തല തോർത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം നമ്മൾ ആ പാറപ്പുറത്ത് കയറിയിരുന്ന് വെയിലൊക്കെ കൊണ്ടിട്ടാണ് എണീറ്റ് വന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ.